ഹായ് ഹലോ വെൽക്കം ടു എപ്പിസോഡ് നമ്പർ 3. ഇന്ന് നമ്മൾ ബ്ലെൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു റെട്രോ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഗോ. ഞാൻ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ആക്കാൻ ന്യൂ ഫയൽ കൊടുക്കുകയാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ഞാൻ A4 സൈസ് എടുത്തു, ക്രിയേറ്റ് കൊടുത്തു. ഓക്കെ, എനിക്കിതിൽ ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ഓൺ ചെയ്യണം. ഞാൻ ഇതിൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഞാൻ നാട്ട് ബോർഡ് കളർ ചൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പോളിഗൺ ഷേപ്പ് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് നിങ്ങൾക്ക് വരയ്ക്കാം. ഞാൻ പോളിഗണിലാണ് ട്രൈ ഔട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് എലിപ്സോ റെക്റ്റാങ്കിൾ എന്ത് ഷേപ്പ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സോ യെല്ലോ, എനിക്ക് സ്ട്രോക്കിലേക്കാണ് ഇത് ചേഞ്ച് ചെയ്യേണ്ടത്. യെല്ലോ സ്ട്രോക്ക് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. സ്ട്രോക്കിൻ്റെ വിടുത്ത് കൂട്ടി ഓൾട്ട് ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റും. ഷിഫ്റ്റും കൂടി ഹോൾഡ് ചെയ്യാണ് ഒരുമിച്ച് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സെയിം അലൈൻമെൻറ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഞാനിത് ഒരുമിച്ച് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ബ്ലെൻഡ് ടൂൾ ഉണ്ട്. ബ്ലെൻഡ് ടൂൾ സെലക്ട് ചെയ്ത് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 മെത്തേഡ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബ്ലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ സ്പെസിഫൈഡ് സ്റ്റെപ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ 8 ആണുള്ളത്. ഓക്കെ കൊടുക്കുക. ദെൻ ഞാനിത് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് ഷേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് 8 ടൈംസ് ഇത് ബ്ലെൻഡ് ആവും. ഇത് ബ്ലെൻഡ് ആയിക്കഴിഞ്ഞു. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനൊരു എലിപ്സ് വരയ്ക്കുകയാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് വരയ്ക്കുക, കറക്റ്റ് ഷേപ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. വരച്ച് കഴിഞ്ഞു. രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യാം. രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റിൽ ബ്ലെൻഡിൽ റീപ്ലേസ് സ്പൈന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നമ്മൾ വരച്ചിട്ടുള്ള എലിപ്സിലേക്ക് ബ്ലെൻഡ് ആവും. ഇനി എനിക്ക് എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്ത് ബ്ലെൻഡ് ടൂൾ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്സ് എനിക്ക് ഇവിടെ കൂട്ടി കൊടുക്കാം. അപ്പോൾ അതിവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആവും. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം. ഓക്കെ, ഞാനൊന്ന് സ്ട്രോക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്യുക. ഡബിൾ ടാപ്പ് ചെയ്താൽ ഇതുപോലെ ഐസൊലേഷൻ മോഡ് ഓൺ ആവും. എന്നിട്ട് നിങ്ങൾക്കത് സെലക്ട് ചെയ്തിട്ട്, ഞാൻ ഇപ്പോൾ സ്ട്രോക്ക് ഫസ്റ്റിൽ ഞാൻ 3 കൊടുത്തിട്ടുണ്ടായിരുന്നു, 2 കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ടാപ്പ് ചെയ്തു, ഐസൊലേഷൻ മോഡ് ഓൺ ആക്കി, ഷേപ്പ് സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാനിവിടെ സ്ട്രോക്ക് തിക്നെസ് കുറച്ച് കൊടുക്കുകയാണ്. അത് 2 പാർട്ടിലും സെയിം 2 ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടും 2 ഉള്ളത് ഞാൻ 0.5 ചേഞ്ച് ചെയ്യുക. ഓർ നമുക്ക് 0.75 ചേഞ്ച് ആക്കി കൊടുക്കുക. സെലക്ട് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തു. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്യുന്നുണ്ട്. രണ്ടും പ്രോപ്പർ പ്ലേസ് ചെയ്യാം. സെയിം ബ്ലെൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് തന്നെ സ്മൂത്ത് കളറിൽ ഭയങ്കര അടിപൊളിയായിട്ട് കുറച്ചും കൂടി അടിപൊളിയാക്കി നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതും കൂടി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഞാനിവിടെ ആർട്ട് ബോർഡ് ടൂൾ എടുത്തിട്ട് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു ആർട്ട് ബോർഡ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ എലിപ്സ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, എലിപ്സ് വരച്ചു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. രണ്ടിനും 2 കളേഴ്സ് കൊടുക്കുക. അതർവൈസ് നിങ്ങൾക്ക് ഈ ഇപ്പം ചെയ്യാൻ പോകുന്ന ഫീച്ചർ കറക്റ്റ് കിട്ടില്ല. ഞാൻ ഒരുമിച്ച് സെലക്ട് ചെയ്തു. ബ്ലെൻഡ് ടൂൾ ഡബിൾ ടാപ്പ് ചെയ്യുക. സ്പെസിഫൈഡ് സ്റ്റെപ്സിൽ നമ്മളിപ്പോൾ ചെയ്തത് സ്മൂത്ത് കളറിലേക്ക് കൺവേർട്ട് ചെയ്യുക. സ്മൂത്ത് കളർ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. Ctrl+Alt+B ആണ് ഷോർട്ട് കീ വരുന്നത് ബ്ലെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ 2 എലിപ്സ് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ പെൻസിൽ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാനൊരു ഷേപ്പോ സംതിങ് എന്തെങ്കിലും ഞാൻ വരയ്ക്കുകയാണ്. ഞാനൊരു പാത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് സെയിം ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. ബ്ലെൻഡിൽ റീപ്ലേസ് സ്പൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾ വരച്ച പാത്തിലേക്ക് എന്താവും, ഇത് ബ്ലെൻഡ് ആവും. സോ
ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. ബ്ലെൻഡ് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഡിസൈൻസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെംപ്ലേറ്റ്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതുപോലെ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഡിസൈനെ പറ്റി കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഹാക്കർ ഡിസൈൻ സ്കൂൾ ഒരു അടിപൊളി കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാം.